Hello students. ഇന്നത്തെ സെഷനിൽ പ്രീവിയസ് ഇയേഴ്സിൽ PSC A ലെവൽ എക്സാംസിന് എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ എന്ന സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്ലോർ ഏരിയ റേഷ്യോ FAR എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: the ratio of floor area inclusive of all floors to the area of plot on which building stands എന്നാണ് first option. Second option, the ratio of open space to the area of plot എന്നാണ്. Third option, ratio of total area of the location to the area of plot on which building stands എന്നാണ്. Then fourth option, area of plot on which building stands. അപ്പോൾ ഫ്ലോർ ഏരിയ റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ രണ്ട് ഏരിയകളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഏരിയയുടെ കമ്പാരിസൺ ആയി തന്നിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. അതായത് ടോട്ടൽ ഏരിയ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ഫ്ലോർസ്, എല്ലാ ഫ്ലോറിന്റെയും ഏരിയ, നമ്മുടെ ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദി പ്ലോട്ട്, ഈ ബിൽഡിംഗ് നിൽക്കുന്ന പ്ലോട്ടിന്റെ ഏരിയ. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോയാണ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയുത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഹൗ മെനി മോഡുലാർ ബ്രിക്സ് ഓഫ് സൈസ് 200 mm by 100 mm by 100 mm are required for 100 cubic meter of a masonry wall എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേറെ ഒരു ചോദ്യത്തിന്റെ കൂടെ ഉത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു മോഡുലാർ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് എത്രയാണ്, അങ്ങനെയും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഒരു മോഡുലാർ ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 200 by 100 mm എന്നുള്ളതാണ്. അതായത് സെന്റിമീറ്ററിലാണെങ്കിൽ 20 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ആണ് ഒരു മോഡുലാർ ബ്രിക്കിന്റെ സൈസ്. ഇനി നോമിനൽ ബ്രിക്കിന്റെ സൈസ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇതും PYQ ആണ്. നോമിനൽ ബ്രിക്കിന്റെ സൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 19 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ by 9 സെന്റിമീറ്റർ എന്നായിട്ട് മാറും. ഇതും കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. 100 ക്യൂബിക് മീറ്റർ മേസണറി വോൾ ചെയ്യാനായിട്ട് എത്ര മോഡുലാർ ബ്രിക്സ് വേണം? അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 മീറ്റർ ക്യൂബ് മേസണറി വോൾ ചെയ്യാനായിട്ട് നമുക്ക് 500 ബ്രിക്സ് ആണ് ആവശ്യമുള്ളത്. 500 മോഡുലാർ ബ്രിക്സ് ആണ് ആവശ്യമുള്ളത്. ഈ ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ 1 മീറ്റർ ക്യൂബിന്റെ അല്ല 100 മീറ്റർ ക്യൂബിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. 1 മീറ്റർ ക്യൂബിന് 500 ബ്രിക്സ് ആണെങ്കിൽ 100 മീറ്റർ ക്യൂബിന് 100 × 500 ചെയ്താൽ പോരെ. അപ്പോ 50,000 ബ്രിക്സ് ആണ് നമുക്ക് ആവശ്യം വരിക. അതൊരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ് അല്ലെ. അപ്പോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ 50,000 എന്നുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദി ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ൽ എസ്റ്റിമേഷന്റെ ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2ൽ ഇതിന്റെ മെഷർമെന്റ് യൂണിറ്റുകളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഫസ്റ്റത്തത് ഡോർ ഷട്ടേഴ്സ് ഓഫ് വുഡ് വർക്ക്. വുഡ് വർക്കിന് ഷട്ടറുകൾ, ഡോറിന്റെയും നമ്മുടെ വിൻഡോന്റെയും ഒക്കെ ഷട്ടർ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? ഓക്കെ, ഷട്ടേഴ്സ് നമ്മൾ എപ്പോഴും മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ സ്ക്വയർ മീറ്റർ എന്നുള്ളതാണ് ശരിയുത്തരം. സെയിം ടൈം ഇപ്പോ നമുക്ക് ഫ്രെയിംസ് ആയിരുന്നെങ്കിലോ, ഡോറിന്റെയും വിൻഡോന്റെയും ഒക്കെ ഫ്രെയിം ആണെങ്കിൽ നമ്മൾ മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുക. ഷട്ടേഴ്സ് മീറ്റർ സ്ക്വയറിലും ഫ്രെയിം മീറ്റർ ക്യൂബിലുമാണ് മെഷർ ചെയ്യുന്നത്. ഇനി റീബാർ ബെൻഡിങ് ആണ്. ബാർ ബെൻഡിങ് നമുക്കറിയാലോ, നമ്മൾ ക്വിന്റൽ അല്ലെങ്കിൽ കിലോഗ്രാമിലൊക്കെയാണ് മെഷർ ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. എക്സ്കവേഷൻ ഓൾവേസ് നമ്മൾ മീറ്റർ ക്യൂബിലാണ് അല്ലെ. അപ്പോൾ ഇവിടെ ക്യൂബിക് മീറ്റർ ആണ് എക്സ്കവേഷൻ വരുന്നത്.
Then bar threading, ബാക്കിയുള്ളത് ഇനി സെന്റിമീറ്റർ മാത്രമാണ്. സോ ബാർ ത്രെഡിംഗ് എന്ന് പറയുന്നത് സെന്റിമീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുക. ഇനി അയൺ ബാർ ത്രെഡിങ് സെന്റിമീറ്ററിൽ, ഫെൻസിങ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിലാണെന്ന് പറയാം അല്ലെ. അയൺ ബാറിന്റെ ഫെൻസിങ് ഒക്കെ ആണെങ്കിൽ, നമ്മൾ വേലി കിട്ടുന്നതൊക്കെ ആണെങ്കിൽ മീറ്ററിലാണ് എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ നോക്കുമ്പോൾ I connected to R ആണ്. സോ ഓർഡറിൽ നോക്കുമ്പോൾ RQPS എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആൻസർ. RQPS. RQPS ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള മാച്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A deposit taken as a guarantee from the bidder while submitting a tender is known as. നമ്മൾ ഒരു ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് നമ്മുടെ ടെൻഡറിന്റെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കണം. ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് അഥവാ EMD ആണ്. ഓക്കെ, EMD ആണ് നമ്മുടെ ടെൻഡറിനെ, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ബിഡിന്റെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ലോവസ്റ്റ് കോട്ടഡ് ആയിട്ട് നമ്മുടെ ടെൻഡർ, നമ്മൾ കൊടുത്ത ബിഡ് ടെൻഡറിൽ സെലക്ട് ആയില്ലെങ്കിൽ EMD നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഇനി EMDയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. EMDയുടെ പെർസെൻറ്റേജ് എത്രയാണ്? 1.5 to 2% ആണ്. ഇതും എക്സാമിന് ഇപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. EMDയുടെ പെർസെൻറ്റേജ് 1.5 to 2% ആണ്. നെക്സ്റ്റ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒന്ന് നോക്കിയേ. സെക്യൂരിറ്റി ഡിപ്പോസിറ്റും നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് അല്ലെ. നമ്മൾ ടെൻഡർ സബ്മിറ്റ് ചെയ്തു, അതായത് നമ്മൾ ബിഡ് സബ്മിറ്റ് ചെയ്തു. ബിഡിൽ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് എന്താ? BOQ ആണ് അല്ലെ, ബിൽ ഓഫ് ക്വാണ്ടിറ്റി ആണ്. നമ്മൾ അവിടെ പ്രൈസ് ലിസ്റ്റ് ചെയ്യാതെ ബിഡായിട്ട് സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നു. കോൺട്രാക്ടർ അവിടെ പ്രൈസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. ലോവസ്റ്റ് കോട്ടഡ് ആയിട്ടുള്ള ബിഡ് ഏതാണോ അത് നമ്മൾ ടെൻഡറിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആളുടെ EMD നമ്മൾ തിരിച്ചു കൊടുക്കില്ല. അതിനുശേഷം ആള് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് വർക്കിന്റെ ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അതിനെയാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വർക്കിന്റെ ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഓക്കെ, വർക്കിന്റെ ഗ്യാരണ്ടി ആയിട്ടാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാങ്ങിക്കുന്നത്. ഇനി ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് എന്നും എക്സാമിന് ചോദിക്കാറുണ്ട്. 10% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വരുന്നത്. 10% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഇതേ 10% നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു സാധനം ഉണ്ടല്ലോ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? 10% വേറെ ഒരു കാര്യത്തിനും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആണ് ചോദിക്കാറുള്ളതാണ്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് അതും 10% തന്നെയാണ് വരുന്നത്. സോ വാല്യൂസ് ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഗ്യാരണ്ടി ഓഫ് ദ ബിഡ് എന്ന് പറയുന്നത് നമ്മൾ ടെൻഡറിന്റെ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട എമൗണ്ട് EMD ആണ്, ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ്. EMDയുടെ ഫുൾ ഫോം ആയിട്ടും ചോദിച്ചിട്ട് പ്രീവിയസിലെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ് എന്നുള്ളതാണ് EMDയുടെ ഫുൾ ഫോം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോ ഡിഡക്ഷൻ is made for the volume occupied for reinforcement. റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് എത്ര വോളിയം ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ വോളിയം നമ്മൾ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ശരിയാണല്ലേ, നമ്മളത് ഡിഡക്ട് ചെയ്യാറില്ല റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം, കാരണം ബാർസിന്റെ വോളിയം നമ്മൾ ഡിഡക്ട് ചെയ്യാറില്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിങ്സ് അപ് ടു 0.1 സ്ക്വയർ മീറ്റർ. നമ്മൾ ഡിഡക്ഷൻസ് ചെയ്യുമ്പോൾ ഓപ്പണിങ്സിന്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0.1 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ് ടു 0.1 മീറ്റർ സ്ക്വയർ, അതായത് 0.1 മീറ്റർ സ്ക്വയറിന് മുകളിലേക്ക് സൈസ് വന്നാൽ മാത്രമേ നമ്മൾ ഡിഡക്ഷൻസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യുന്നില്ല. അതും കറക്റ്റ് ആണ്. നമ്മുടെ തേർഡ് ഓപ്ഷനിലേക്ക് നോക്കാം.
no deduction is made for the volumes occupied by pipes not exceeding 100 square centimeter in cross section. അതും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ് അല്ലേ. നമ്മള് പൈപ്സിന്റെ കേസ് വരുമ്പോ 100 സ്ക്വയർ സെന്റിമീറ്ററിൽ കൂടുതൽ സൈസ് വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിഡക്ഷൻസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യുന്നില്ല. അപ്പൊ തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല നൺ ഓഫ് ദീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ നൺ ഓഫ് ദി എബവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരുന്നത്. തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയായിരുന്നു. അപ്പൊ ശരിയല്ലാത്തതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ പ്രോപ്പർട്ടി ആഫ്റ്റർ അലോയിങ് ഫോർ ഡെപ്രിസിയേഷൻ ഇസ് നോൺ ആസ്. നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്. ഓരോ വർഷവും ഇതിന് വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരും. കുറയുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. വാല്യൂ അങ്ങനെ കുറയുന്നതിനെ ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഓരോ വർഷവും ഡിപ്രിസിയേറ്റ് ചെയ്ത എമൗണ്ട് കുറച്ചിട്ട്, ഒറിജിനൽ കോസ്റ്റ് ഇപ്പൊ സി ആണെങ്കിൽ അതിൽ നിന്ന് ഡിപ്രിസിയേറ്റ് ചെയ്ത എമൗണ്ട് കുറച്ച് നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ബുക്കിൽ എഴുതി വെക്കുന്ന ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷനെ കുറയ്ക്കുന്ന വാല്യൂനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ബുക്ക് വാല്യൂ എന്നല്ലേ. മറ്റുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി പീരീഡിന്റെ എൻഡില് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാതെ, ഓക്കെ, സ്ക്രാപ്പ് ആവുന്നില്ല, ഡിസ്മാൻഡിൽ ചെയ്യാതെ ഒരു ഐറ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രക്ചർ അതിന്റെ എൻഡിൽ യൂട്ടിലിറ്റി പീരീഡ് അവസാനിക്കുമ്പോഴുള്ള അതിന്റെ വിലയാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. ഒബ്സൊലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫാഷൻ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആകുമ്പോൾ ഒക്കെ ഒരു പ്രോപ്പർട്ടിക്ക് സംഭവിക്കുന്ന റേറ്റിലെ കുറവ്, അതിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഒബ്സൊലൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. റേറ്റബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ആനുവൽ ലെറ്റിംഗ് ആണ്. അതായത് നമ്മൾ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ആനുവൽ റിപ്പയർ വാല്യൂ കുറയ്ക്കുമ്പോഴാണ് റേറ്റബിൾ വാല്യൂ കിട്ടുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ തന്നെയാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ടോട്ടൽ കോസ്റ്റ് മൈനസ് ലാസ്റ്റ് ഇയർ വരെയുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ കുറച്ചിട്ട് എഴുതുന്നതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ ബുക്ക് വാല്യൂ ആയിരിക്കും. താഴെ തന്നിട്ടുള്ള ഓരോ ഓപ്ഷൻസും ഓരോ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോന്നിന്റെയും ഡെഫിനിഷൻസും നിങ്ങൾ ഓർത്ത് വെക്കുക. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാൻഡിൽ. അപ്പോൾ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്താ വിളിക്കുക? സ്ക്രാപ്പ് വാല്യൂ എന്നാണ് വിളിക്കുക. ഒബ്സലൻസ് നമ്മൾ പറഞ്ഞു. ഒബ്സൊലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ വാല്യൂ ഡ്യൂ ടു എന്താണ്? ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആകുക, ഫാഷൻ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. റേറ്റബിൾ വാല്യൂ നെറ്റ് ആനുവൽ ലെറ്റിംഗ് ആണ്. അതായത് ഗ്രോസ് ഇൻകം മൈനസ് ആനുവലി നമുക്ക് വരുന്ന റിപ്പയറിംഗ്സിന്റെയും മെയിൻ്റനൻസിന്റെയും ഒക്കെ ചാർജുകൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് റേറ്റബിൾ വാല്യൂ. സോ നമുക്ക് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് നമ്മൾ കണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ, എ ഫണ്ട് ദാറ്റ് ഈസ് ഗ്രാജുവലി അക്യുമുലേറ്റഡ് by periodic or annual deposit for the replacement of building or structure at the end of its useful life is termed as. അപ്പോൾ നമ്മൾ പീരിയോഡിക്കലി ഒരു വാല്യൂ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു സ്ട്രക്ചറിന്റെ യൂട്ടിലിറ്റി പീരീഡ് അവസാനിക്കുമ്പോൾ നമ്മളത് വാങ്ങിച്ച ആ ഒരു എത്രയാണോ കോസ്റ്റ് അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലാവും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാ? സിങ്കിങ് ഫണ്ടിനെ പറ്റിയിട്ടല്ലേ. ഈ ആനുവലി നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞ 2 ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത്, സിങ്കിങ് ഫണ്ടും ആനുവിറ്റിയും. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലും ഇല്ല. ഓപ്ഷൻസിൽ സിങ്കിങ് ഫണ്ട് മാത്രമാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത്. സോ നമ്മൾ പീരിയോഡിക്കലി അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഫണ്ട് ഫോർ എൻഡ് ഓഫ് ദ പീരീഡ്, ഓക്കെ, യൂട്ടിലിറ്റി പീരീഡ് അവസാനിക്കുമ്പോൾ ആ സ്ട്രക്ചറിന്റെ ടോട്ടൽ എമൗണ്ടിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മുടെ ഈ ഫണ്ട് അക്യുമുലേറ്റ് ആയി വരും. അതിനെ വിളിക്കുന്ന പേര് സിങ്കിങ് ഫണ്ട് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ബിൽഡിംഗ്
എക്സ്ക്ലൂഡിങ് ദി ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദി വാൾസ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്ലിന്ത് ഏരിയ, വോൾ ഏരിയ, കാർപ്പറ്റ് ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വാൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഏരിയ ഡിഡക്ട് ചെയ്തിട്ട് എവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത്? നമ്മുടെ ബിൽഡിങ്ങിന്റെ ഏരിയയിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏരിയ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങിന്റെ ഏരിയയിൽ നിന്ന്, അതായത് നമുക്ക് പ്ലിന്ത് ഏരിയ എന്ന് പറയാം. ഓക്കെ, പ്ലിന്ത് ഏരിയയിൽ നിന്ന് വാൾസിന്റെ ഏരിയ കുറയ്ക്കുമ്പോൾ, ഓക്കെ, വോൾ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫ്ലോർ ഏരിയ ആണ് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിലും നമ്മുടെ ഒരു ഫ്ലോർ എടുത്തു, വാൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന അത്രയും ഏരിയ നമ്മൾ ഡിഡക്ട് ചെയ്ത് കളഞ്ഞു, പിന്നെ ഫ്ലോറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളത്? ഫ്ലോറിൽ വാൾസ് കളഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലോർ മാത്രമാണ് ഉള്ളത്. സോ ഇതിന്റെ ആൻസർ ഫ്ലോർ ഏരിയ ആണ് വരിക. ഓക്കെ, കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലിവബിൾ ഏരിയ, യൂസബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ എന്നൊക്കെ വിളിക്കാറുണ്ട്. കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫ്ലോർ ഏരിയയും സർക്കുലേഷൻ ഏരിയയും മറ്റുള്ള നോൺ യൂസബിൾ ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ സാനിറ്ററി അക്കോമഡേഷൻസും എയർ കണ്ടീഷനിങ് റൂമും അങ്ങനെയുള്ളതെല്ലാം ഡിഡക്ട് ചെയ്തിട്ട് ഫൈനലി നമുക്ക് എന്താണോ നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിന്റെ പർപ്പസ്, ആ പർപ്പസ് സെർവ് ചെയ്യുന്നത് മാത്രമായിട്ടുള്ള ഏരിയനെയാണ് കാർപ്പറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കാർപ്പറ്റ് ഏരിയയിലെ ഡിഡക്ഷൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, കാർപ്പറ്റ് ഏരിയയുടെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. സർക്കുലേഷൻ ഏരിയയും സാനിറ്ററി അക്കോമഡേഷനും കിച്ചണും വരാന്ത, കൊറിഡോർസ്, അതുപോലെ നമ്മുടെ ഹാള്, പോർച്ച്, സ്റ്റെയർ കേസ്, ടോയ്ലറ്റ്സ്, ഇതെല്ലാം കുറച്ചിട്ടാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ പറയുന്നത്. എന്തിനാണോ ഒരു ബിൽഡിംഗ്, ഇപ്പൊ നമ്മളൊരു വീടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ വീടിന്റെ പർപ്പസ് എന്താ? ഒരു ഷെൽട്ടർ, നമുക്ക് വന്ന് കിടന്നുറങ്ങുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമാണ് വീടിനുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, കിച്ചൺ വീടിന് പുറത്തായിരുന്നു, ടോയ്ലറ്റ്സ് വീടിന് പുറത്തായിരുന്നു അല്ലെ? അതെല്ലാം പിന്നീട് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് വീടിന്റെ അകത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും എന്താണ് ഒരു ബിൽഡിങ്ങിന്റെ പർപ്പസ്? അപ്പൊ ഒരു വീടാണെങ്കിൽ നമ്മുടെ ആ ബെഡ്റൂമിന്റെ ഒരു ഏരിയ, അതുപോലെ ഇപ്പോൾ ഒരു ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിൽ ഓഫീസിലും നമ്മൾ ചിലപ്പോൾ കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, വെറാന്താസ് ഉണ്ടാവാം, ലിഫ്റ്റ് ഉണ്ടാവാം, ടോയ്ലറ്റ്സ് ഉണ്ടാവാം. ഇതൊന്നും ആ ഓഫീസിന്റെ പർപ്പസ് അല്ല. ഓഫീസ് പർപ്പസിന് വേണ്ടി നമുക്ക് എത്ര സ്പേസ് ആണോ ഉള്ളത് അതാണ് അവിടുത്തെ നമ്മുടെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് യൂസബിൾ ഏരിയ അല്ലെങ്കിൽ ലിവബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്നത്. കാർപ്പറ്റ് ഏരിയ പഠിക്കുമ്പോൾ ഒപ്പം പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാർപ്പറ്റ് ഏരിയ എത്രയാണ് അതും ചോദിക്കാറുണ്ട്. ഓഫീസ് ബിൽഡിങ്സിനാണെങ്കിൽ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് 60 to 75% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. അതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്സിനാണെങ്കിൽ, ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്സിനാണെങ്കിൽ കുറച്ചും കൂടെ കുറയും അല്ലെ? 50 to 65% ആണ്. 50 to 65% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് റെസിഡൻഷ്യൽ ബിൽഡിങ്സിന് വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ പെർസെൻറ്റേജ് വാല്യൂ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലേഷൻ ഏരിയ ചോദിക്കാറുണ്ട്. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോർ ടു ഫ്ലോർ അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ മൂവ്മെന്റിന് വേണ്ടി കൊടുക്കുന്ന വരാന്ത, ലിഫ്റ്റ്, പാസേജ്, കോറിഡോർ, ബാൽക്കണി, സ്റ്റെയർ കേസ്, ഇതൊക്കെയാണ് സർക്കുലേഷൻ ഏരിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ മൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ആണ്. ഇനി സിംഗിൾ ഫ്ലോർ, ഫ്ലോർ ടു ഫ്ലോർ മൂവ് ചെയ്യുമ്പോഴാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ആയിട്ട് മാറുന്നത്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയുടെ പെർസെൻറ്റേജ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർക്കുലേഷൻ ഏരിയ ആണെങ്കിൽ നമ്മൾ 10 to 15% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് പറയാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാം 20 to 25% ഓഫ് ടോട്ടൽ ബിൽഡിംഗ് ഏരിയ ആണെന്ന്. ഓക്കെ, ഇനി വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ആണെങ്കിൽ നമ്മൾ ഇതിലും കുറവാണ് അല്ലെ? അതായത് ഒരു 4 to 5% ഓഫ്
പ്ലിന്ത് ഏരിയ ആണെന്ന് പറയാം. കാരണം വെർട്ടിക്കലി നമ്മൾ കൊടുക്കുന്ന ഏരിയ വളരെ കുറവാണല്ലോ. സ്റ്റെയർ കേസും ലിഫ്റ്റും ഒക്കെ കൊടുക്കുന്നത് ഒരു ഫ്ലോറിലെ കോറിഡോറിനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ചാണ് വരുന്നത്. സോ 4 to 5% ഓഫ് പ്ലിന്ത് ഏരിയ അല്ലെങ്കിൽ 8 to 10% ഓഫ് ടോട്ടൽ ബിൽഡിംഗ് ഏരിയ ആണ് സർക്കുലേഷൻ ഏരിയ വരുന്നത് ട്ടോ. ഇത് സർക്കുലേഷൻ ഏരിയയുടെ കാര്യമാണ് പറയുന്നത്. സർക്കുലേഷൻ ഏരിയ. ഇതുപോലെ തന്നെ പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്ലിന്ത് ഏരിയ. അതും ഒരുപാട് എക്സാംസിന് ചോദിക്കാറുണ്ട്. പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുലയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, വാൾസിന്റെ ഏരിയ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് പ്ലിന്ത് ഏരിയയിൽ? ഒരു പ്ലിന്ത് ലെവലിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ കവേർഡ് അല്ലെങ്കിൽ മെഷേർഡ് അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. ഒരു സ്റ്റോറി എടുത്തു, ഏത് സ്റ്റോറി അതായത് ഏത് ലെവൽ ഓഫ് ബിൽഡിംഗ് എടുത്താലും അവിടെ ഒരു ഫ്ലോറിലെ ടോട്ടൽ ഏരിയ, ടോട്ടൽ ബിൽഡപ്പ് ഏരിയ അറ്റ് ദി പ്ലിന്ത് ലെവൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് വിളിക്കുന്നത്. പ്ലിന്ത് ഏരിയയിൽ പക്ഷെ എല്ലാ ഏരിയയും കവേർഡ് അല്ല. കോർട്ട് യാർഡ് ഉണ്ടെങ്കിൽ അത്, ഇപ്പൊ നടുമുറ്റങ്ങളൊക്കെ കൊടുക്കില്ലേ അത്, പിന്നെ നമ്മുടെ പോർച്ച്, വരാന്ത, ബാൽക്കണി, തട്ടുംപുറങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ, അതായത് ലോഫ്റ്റ്, സൺഷെയ്ഡ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ബാൽക്കണി ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യില്ല. പ്ലിന്ത് ലെവലിലുള്ള ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓപ്പൺ ഏരിയാസ് കൺസിഡർ ചെയ്യാറില്ല. അതും കൂടെ ഓർത്ത് വെക്കണേ. പ്ലിന്ത് ഏരിയയിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്നും എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, പ്ലിന്ത് ഏരിയയുടെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പ്ലിന്ത് ലെവലിൽ അറ്റ് എനി ഫ്ലോർ നമ്മൾ മെഷർ ചെയ്യുന്ന ഏരിയയെ എന്ത് വിളിക്കും എന്ന്. അപ്പൊ പ്ലിന്ത് ലെവൽ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ പ്ലിന്ത് ഏരിയ എന്ന് ഓർക്കുക. പ്ലിന്ത് ഏരിയയിൽ നിന്ന് വാളിന്റെ ഏരിയ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലോർ ഏരിയ ആയിട്ട് മാറുമെന്നും ഓർക്കുക. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോമിനൽ സൈസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ബ്രിക്ക്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഇത് പറഞ്ഞിരുന്നു. നോമിനൽ സൈസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ബ്രിക്ക് 20 cm by 10 cm by 10 cm ആണ്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ മോഡുലാർ ബ്രിക്കിന്റെ എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. മോഡുലാർ ബ്രിക്കിന്റെ നോമിനൽ സൈസ് എന്നാണ് ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, മോഡുലാർ ബ്രിക്ക് അല്ല, നമ്മുടെ നോർമലി കോൺക്രീറ്റ് ഒന്നും കൊടുക്കാതെ എന്നൊരു ബെയർ ബ്രിക്കിന്റെ സൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 19 by 9 by 9 cm എന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇതിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, സി ഒറിജിനൽ കോസ്റ്റും എസ് സ്ക്രാപ്പ് വാല്യൂ ആണ് പറയുന്നത് എന്ന് കരുതുക. എൻ എന്ന് പറയുന്നത് യൂസ്ഫുൾ ലൈഫ് എത്രയാണ് ഒരു പ്രോപ്പർട്ടിയുടെ, അതാണ്. അങ്ങനെയാണെങ്കിൽ ആനുവൽ ഡിപ്രിസിയേഷൻ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ആനുവൽ ഡിപ്രിസിയേഷൻ ഏത് മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്? ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഫോർമുല ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഫോർമുല ഏതാണ്? ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡിന്റെ ഫോർമുല വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. D is equal to 1 minus S by C raised to 1 by N എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. സോ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇത് ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് ആണ്. സെയിം ടൈം ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോൺസ്റ്റന്റ് റേറ്റ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡാണ് ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഡിപ്രിസിയേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? D is equal to C minus S by N. പ്രോബ്ലംസിന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഈ ഒരു ഫോർമുലയാണ്. നമ്മുടെ ഇപ്പോൾ നമ്മൾ ചോദിച്ച ഈ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ റേസ് ടു 1 by N വന്നിട്ടുള്ളത് കൊണ്ട്, ഇത് റേസ് ടു 1 by N ആണ് കേട്ടോ, അത് വന്നിട്ടുള്ളത് കൊണ്ട് കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആകാം. അപ്പോൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതലും ഈ ഫോർമുലയാണ് ആവശ്യം വരാറുള്ളത്. അപ്പൊ മെത്തേഡിന്റെ പേരും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുലയും ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൺസ്ട്രക്ഷൻ equipment was purchased for rupees 2 lakhs. If the useful life is estimated as 5 years, find the percentage of
average annual cost of the equipment to the original cost assuming no scrap value. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് percentage of average annual cost of the equipment to the original cost ആണ്. ഓക്കെ, അതായത് average annual cost എത്രയാണോ by original cost into 100 ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? നമ്മുടെ പെർസെൻറ്റേജ് ആയി അല്ലെ? ഇതാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യൂസ്ഫുൾ ലൈഫ് 5 years ആണ് എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് വന്ന കോസ്റ്റ് 2 lakhs ആണ്. ഓക്കെ, അപ്പൊ നമ്മള് സ്ക്രാപ്പ് ഉണ്ടോ? ഇല്ല, നോ സ്ക്രാപ്പ് വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്ന് അസ്യൂം ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ ആവറേജ് ആനുവൽ കോസ്റ്റ് എത്രയായിരിക്കും? 2 ലക്ഷം രൂപ 5 വർഷത്തേക്ക് അല്ലെ? 5 വർഷം കൊണ്ടാണ് നമുക്ക് യൂസ്ഫുൾ ലൈഫ് വരുന്നത്. അപ്പോൾ 5 വർഷത്തേക്ക് ഈക്വലി നമ്മുടെ 2 ലക്ഷം രൂപേനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ എങ്ങനെ വരും? 2 lakh ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി അല്ലെ? അപ്പോൾ നമുക്ക് 40,000 എന്ന് കിട്ടും അല്ലെ? ഈ 40,000 ആണ് നമ്മുടെ ആവറേജ് ആനുവൽ കോസ്റ്റ് വരുന്നത്. 40,000 rupees ആണ് ആവറേജ് ആനുവൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി ഒറിജിനൽ കോസ്റ്റ് 2 lakh ആണെന്ന് നമുക്കറിയാം. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ദിസ് ഇസ് ഈക്വൽ ടു 40,000 divided by 2 lakh into 100 അല്ലേ? സീറോസ് കട്ട് ചെയ്ത് കളയാം. 40,000 divided by 2,000, 40,000 2,000 20 ടൈംസ് പോവും അല്ലേ? സോ ഓപ്ഷൻ സി 20 എന്നുള്ളതായിരിക്കും നമ്മുടെ ശരി ഉത്തരം വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നേരിട്ടൊരു പ്രപ്പോർഷൻ എടുക്കാനായിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്ന് അസ്യൂം ചെയ്യാനാ പറഞ്ഞത്. ഉണ്ടായിരുന്നെങ്കിൽ 10% ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് സ്ക്രാപ്പ് ആയിട്ട് പോയേനെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In what units are the quantities for the frames of doors and windows are computed? Okay, frames അതായത് ഡോറിന്റെയും വിൻഡോന്റെയും ഫ്രെയിംസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ തൊട്ട് മുൻപ് നമ്മൾ ഇതേ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് എപ്പോഴും ഫ്രെയിംസ് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ഫ്രെയിംസ് അല്ല, സോറി ഷട്ടേഴ്സ് നമ്മൾ എപ്പോഴും മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുക. ഓക്കെ, ഡോറിന്റെയും വിൻഡോന്റെയും ഷട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വുഡൺ ആയാലും അല്ല അയേൺ കൊണ്ടുള്ള, നമ്മളിപ്പോ സ്കൂൾ ബിൽഡിങ്സ് ഒക്കെ നോക്കുമ്പോൾ അവിടെ അയേൺ കൊണ്ടുള്ള ഷട്ടേഴ്സ് ആണ് വിൻഡോനൊക്കെ കൊടുത്ത് കാണുക അല്ലെ? ഡോറുകളൊക്കെ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഷട്ടേഴ്സ് എപ്പോഴും മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. ഫ്രെയിംസിലേക്ക് വരുമ്പോൾ നമ്മൾ കട്ടില അല്ലെ പറയാറില്ലേ? ഈ ഷട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന പാനലാണ്. നമ്മളിങ്ങനെ അടയ്ക്കുന്ന ആ ഒരു ഡോറിന്റെ ഫ്രെയിം അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ആ പാനലാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രെയിം എന്ന് പറയുമ്പോൾ കട്ടിലയാണ് അല്ലെ? അപ്പൊ അതിന്റെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു വോള്യൂമൈസ്ഡ് ആയിട്ടുള്ളതാണ്. സെയിം ടൈം ഷട്ടറിലേക്ക് വരുമ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ മീറ്റർ സ്ക്വയറിൽ മെഷർ ചെയ്യുന്നത്. ഫ്രെയിംസ് എപ്പോഴും നമ്മൾ മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഫ്രെയിംസിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ കോണ്ടിജൻസീസിന്റെ പ്രൊവിഷൻ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ്. കോണ്ടിജൻസീസ് നമ്മൾ ലംസം ഒക്കെ പോലെ അൺസീൻ ആയിട്ടുള്ള വർക്കിന് നമ്മൾ മാറ്റിവെക്കുന്ന എമൗണ്ട് ആണ്. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോണ്ടിജൻസീസിന് വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രം മാറ്റി വെച്ചാൽ മതി. അതുകൊണ്ട് 3 to 5% ആണ് ഫോർ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കേട്ടോ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന് നമ്മൾ 3 to 5% ആണ് കോണ്ടിജൻസീസ് മാറ്റി വെക്കുന്നത് കേട്ടോ. 3 to
5%. കുറച്ച് മതി, കാരണം ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ റഫ് ആയിട്ടാണ് എസ്റ്റിമേറ്റ് ഇടുന്നത് അല്ലെ. അപ്പോൾ കോണ്ടിജൻസീസിന് കുറച്ചധികം എമൗണ്ട് മാറ്റി വെക്കും. അപ്പോൾ 5 to 10% ഓഫ് ടോട്ടൽ എമൗണ്ട് നമ്മൾ കോണ്ടിജൻസീസിനായിട്ട് മാറ്റി വെക്കും. രണ്ടിനും 2 വാല്യൂ ആണ്, ഓർത്ത് വെക്കുക. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ഇട്ട് വെച്ചാൽ മതി. പ്രിലിമിനറി എസ്റ്റിമേറ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അൺസീൻ ആയിട്ടുള്ള വാല്യൂസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ എമൗണ്ട് നമുക്ക് മാറ്റി വെക്കാം. 5 to 10% ആണ് അവിടെ നമ്മൾ മാറ്റി വെക്കുന്നത്. Okay, so detailed estimate 3 to 5%, preliminary estimate 5 to 10% ആണ്. ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ ബി 3 to 5% എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what percentage of the estimated cost of building works is assumed for sanitary and water supply works in the estimate of a building? നമ്മളൊരു ബിൽഡിംഗ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്സിന് എത്ര പെർസെൻറ്റേജ് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് മാറ്റിവെക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഒരു ബിൽഡിംഗ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇലക്ട്രിഫിക്കേഷനിൽ ഫാൻ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഫാനിൻ്റെ ഫിറ്റിങ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, എക്സ്ക്ലൂഡിങ് ഫാൻ, നമ്മൾ 8% ആണ് മാറ്റിവെക്കുന്നത് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട്. വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി വർക്കിന് വേണ്ടിയിട്ട്, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി വർക്കിന് വേണ്ടിയിട്ടും 8% തന്നെയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇനി ഫാനും മറ്റുള്ള ഫിറ്റിങ്സിനും വേണ്ടിയിട്ട്, ഫാൻ ആൻഡ് അതർ ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 4% കൂടെ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ 20% ആണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇത് ഇൻഡിവിജ്വലി ആയിട്ടും ടോട്ടൽ ആയിട്ടും ചോദിക്കാറുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക്സിന് വേണ്ടി മാത്രമുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ 8% ആണ് വാല്യൂ വരുന്നത്. ഓപ്ഷൻ എ. ഇലക്ട്രിഫിക്കേഷൻ ചോദിച്ചാലും 8%, ഫാൻ ആൻഡ് അതർ ഫിറ്റിംഗ്സ് ചോദിച്ചാൽ 4%. എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഇലക്ട്രിഫിക്കേഷൻ, വാട്ടർ സപ്ലൈ, സാനിറ്ററി വർക്ക്സ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് ഫിറ്റിംഗ്സ് ചോദിച്ചാൽ 20% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസോട് കൂടി നമ്മുടെ എസ്റ്റിമേഷന്റെ PYQs, ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെന്റ് നടന്ന കുറെ എക്സാംസിൽ നിന്നുള്ളത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.